പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CPM-ന്റെ നേതൃയോഗങ്ങൾ അവസാനിച്ചു. ആ നേതൃയോഗങ്ങളുടെ പ്രത്യേകത, CPM-ന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവും പോളിറ്റ് ബ്യൂറോ അംഗവും 2 തവണയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു വേദിയിൽ ഇത്ര രൂക്ഷമായിട്ടുള്ള വിമർശനത്തിന് വിധേയനാവും. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത ഞാനിപ്പോൾ മനോരമ ഓൺലൈനിൽ കണ്ടത്, ആഭ്യന്തര വകുപ്പിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായെന്നും മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞില്ല എന്നുമാണ് ഇപ്പോൾ ഞാനിപ്പോൾ മനോരമ ഓൺലൈനിൽ കണ്ടത്. സുഹൃത്തുക്കളെ, ഇതിന് സമാനമായോ ഇതിനേക്കാൾ രൂക്ഷമായോ ആയിട്ടുള്ള വിമർശനങ്ങൾ CPI-യുടെ ജില്ലാ ഘടകങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആലപ്പുഴയിൽ നടന്നു, തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ എറണാകുളം, ഇടുക്കി, ഈ ജില്ലകളിലൊക്കെ CPI-യുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റിയും ജില്ലാ എക്സിക്യൂട്ടീവും നടക്കുകയാണ്. അവിടെയൊക്കെ തന്നെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിനെതിരെയും പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി കമ്മിറ്റിയിൽ പറഞ്ഞത്, ഈ പ്രതിമ ഉടച്ച് വാർത്ത് അതിൻ്റെ തല മാറ്റണം എന്നാണ് പറഞ്ഞത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി മാറാൻ തയ്യാറായില്ലെങ്കിൽ ആ മന്ത്രിസഭയിൽ നിന്ന് CPI-യുടെ അംഗങ്ങളെ പിൻവലിക്കണം എന്ന് പറയുന്നു. ഇന്ത്യ മുന്നണിയോട് ചേരണം എന്ന് പറയുന്നു. പിണറായി വിജയൻ്റെ സുരക്ഷാ സംവിധാനത്തെ ഇയാളെന്താ അമേരിക്കൻ പ്രസിഡൻ്റാണോ എന്നുള്ള നിലയിൽ പറയുന്നു. അതോടൊപ്പം തന്നെ CPI-യുടെ മന്ത്രിമാർക്കെതിരെയൊക്കെ തന്നെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അത് സ്വാഭാവികമാണ്. കാരണം അതാണ് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ഫീല്, ജനങ്ങളുടെ ഒരു പ്രതികരണമാണ് ഇതിനകത്തുകൂടെയൊക്കെ പാർട്ടി CPI-യുടെ നേതാക്കന്മാർ പ്രതിഫലിപ്പിക്കുന്നു. CPI-യുടെ അണികൾക്കിടയിലുള്ള വികാരമാണ് CPI-യുടെ ജില്ലാ കമ്മിറ്റികളിൽ പ്രതിഫലിക്കുന്നത്. പക്ഷേ സുഹൃത്തുക്കളെ, ഈ നിലയിലുള്ള വിമർശനങ്ങൾ CPI-യുടെ സംസ്ഥാന സമിതിയിലും CPM-ൻ്റെ സംസ്ഥാന സമിതിയിലും CPI-യുടെ ജില്ലാ ഘടകങ്ങളിലുമെല്ലാം ഉണ്ടാകുമ്പോഴും പിണറായി വിജയന് സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയാമോ? അതാണ് CPI-യിൽ പിണറായി വിജയൻ ഒരു ദല്ലാളുണ്ട് എന്നുള്ളത്. CPI-യുടെ കമ്മിറ്റികളിലൊക്കെ ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ CPI-ക്കകത്ത് പിണറായി വിജയൻ ഒരു ദല്ലാളുണ്ട്. അതിൽ പിണറായി വിജയനെ സന്തോഷിക്കാം. കാരണം ഇത്രയും കൂടുതൽ പിണറായി വിജയൻ വിമർശിക്കപ്പെടുമ്പോഴും പിണറായി വിജയനെ സംരക്ഷിച്ച് ചിറകിനടിയിൽ നിർത്തുന്ന ഒരു നേതാവ് CPI-യിലുണ്ട്. അതിൽ പിണറായി വിജയനെ സന്തോഷിക്കാം. അതാരാണെന്നറിയാമോ? ആ നേതാവിൻ്റെ പേരാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ ബിനോയ് വിശ്വം. സുഹൃത്തുക്കളെ, ശ്രീമാൻ ബിനോയ് വിശ്വം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, 1-2 ദിവസത്തിന് മുമ്പ് ഏഷ്യാനെറ്റിൽ ഒരു അഭിമുഖം നൽകിയിരുന്നു. എൻ്റെ ബലമായ സംശയം അത് ബിനോയ് വിശ്വം അങ്ങോട്ട് ചോദിച്ചു വാങ്ങി ചെയ്തതാണോ എന്നതാണ് എൻ്റെ ബലമായ സംശയം. കാരണം ബിനോയ് വിശ്വം ആ അഭിമുഖത്തിലെടുത്ത നിലപാടാണ് എന്നെക്കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്. ആ അഭിമുഖം ഏതാണ്ട് ഒരു 10-20 മിനിറ്റുള്ളൊരു അഭിമുഖമാണ്. എൻ്റെ സുഹൃത്ത് ആണ് ആ ഇൻ്റർവ്യൂ ചെയ്തത്. ഏഷ്യാനെറ്റിലെ എൻ്റെ സുഹൃത്താണ് ആ ഇൻ്റർവ്യൂ ചെയ്തത്. ആ ഇൻ്റർവ്യൂവിൽ ഉടനീളം പൊതുജന വികാരത്തിനെതിരായി, CPM അണികളുടെ വികാരത്തിനെതിരായി, CPM മെമ്പർമാരുടെ വികാരത്തിനെതിരായി, CPI-യുടെ അണികളുടെ വികാരത്തിനെതിരായി, CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ചർച്ചകളുടെ സ്പിരിറ്റിനെതിരായി ആദ്യാവസാനം ശ്രീമാൻ ബിനോയ് വിശ്വം പിണറായി വിജയനെ സംരക്ഷിച്ച് ചിറകിനടിയിൽ ഒളിപ്പിക്കുന്ന ഏറ്റവും ഈ പറഞ്ഞ പരമദയനീയമായിട്ടുള്ള കാഴ്ചയാണ് സുഹൃത്തുക്കളെ നമുക്ക് ആ ഇൻ്റർവ്യൂയിലൂടെ കാണാൻ കഴിഞ്ഞത്. ആ ഇൻ്റർവ്യൂവിൽ ആദ്യത്തെ ചോദ്യം തന്നെ ഇതായിരുന്നു. ഇങ്ങനെ മുഖ്യമന്ത്രി മാറണം എന്നുള്ള നിലയിലുള്ള ചർച്ചകളൊക്കെയാണല്ലോ നടക്കുന്നത് പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങളിൽ ചോദിച്ചാൽ, ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ വായിൽ കല്ലിട്ട് ചവയ്ക്കുന്ന പോലെയാണ് ഈ ബുദ്ധിജീവി സ്ഥിരമായി സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ കല്ലിട്ട് ചോദിച്ചിങ്ങനെ ബലമായ ഒരു ശരീരഭാഷയിലില്ല, അങ്ങനെയുള്ള ചർച്ചയൊന്നും നടന്നിട്ടില്ല. അതിനുശേഷം ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇവിടെ രാവിലെ മുഖ്യമന്ത്രി മാറണോ എന്നൊരു ചോദ്യം, ഉടനെ മറുപടി മുഖ്യമന്ത്രി മാറേണ്ടതില്ല. അപ്പം നവകേരള സദസ്സുമൊക്കെയായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ
അത് അദ്ദേഹത്തിന് പോലും മനസ്സിലാക്കാത്ത നിലയിൽ എന്തോ ബൗദ്ധികമായി അദ്ദേഹം എന്തൊക്കെയോ ഇങ്ങനെ മൊഴിഞ്ഞു. എനിക്കത് മനസ്സിലായില്ല. അതിനുശേഷം അഴിമതി, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയും അത് പിന്നെ വ്യക്തിഗതമായി മുഖ്യമന്ത്രി അഴിമതി കാണിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അതങ്ങനെ അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. പിന്നെ സിവിൽ സപ്ലൈസിനെ കുറിച്ച് ചോദിച്ചപ്പോഴും എന്തൊക്കെയോ മനസ്സിലാകാത്ത നിലയിൽ ഒക്കെ പറയുന്നു. അതുപോലെ തന്നെ CPI ചീത്തപ്പണത്തിനൊപ്പം നിൽക്കുന്നവരല്ല CPI എന്നൊക്കെ പറയുന്നു. ഒക്കെ ഓരോന്നോരോന്ന് ഞാൻ എടുക്കാം. അവസാനം രാജ്യസഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സൂചന എന്താണെന്ന് ചോദിച്ചാൽ, പിണറായി വിജയനെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലെ കണ്ട് വാരി പുണർന്ന് നിൽക്കുകയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്നാണ് നമുക്ക് തോന്നുക. ഇനി ഓരോന്നോരോന്നായി നമുക്കൊന്ന് എടുക്കാം. ഒന്ന്, മുഖ്യമന്ത്രി മാറണോ എന്നുള്ള ചർച്ച CPIയുടെ ജില്ലാ ഘടകങ്ങളിൽ നടക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെയില്ല എന്നാണോ പറയേണ്ടത്? അത് സത്യമാണോ? എല്ലാ ജില്ലാ ഘടകങ്ങളിലും മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ? 1-2 ജില്ലാ കമ്മിറ്റികളിലെങ്കിലും മുഖ്യമന്ത്രി മാറണം എന്നുള്ള നിലയിലുള്ള ചർച്ച ഉണ്ടായില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ CPIയുടെ ജില്ലാ ഘടകങ്ങളിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കും. അതൊക്കെ CPIയുടെ ജില്ലാ ഘടകങ്ങളിൽ നടക്കുന്ന ചർച്ചകളാണ്. CPIയുടെ തീരുമാനം എന്താണെന്നുള്ളത് CPIയുടെ സംസ്ഥാന കമ്മിറ്റി ആലോചിച്ച് ഞങ്ങൾ തീരുമാനിക്കും. ഇങ്ങനെയല്ലേ CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയേണ്ടത്? അല്ലാതെ അങ്ങനെ ഒരു ചർച്ച അവിടെ നടക്കുന്നില്ല എന്ന് പറയുന്ന നട്ടാൽ കുരുക്കാത്ത നുണയല്ലേ സുഹൃത്തുക്കളെ? പച്ചക്കള്ളമല്ലേ? പിന്നെ നവകേരളവുമായി ബന്ധപ്പെട്ട്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്നതൊക്കെ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടില്ല. CPMന്റെ സംസ്ഥാന ഘടകത്തിൽ തന്നെ അത് സംബന്ധിച്ചിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായല്ലോ. അത് വന്നപ്പോഴും പിണറായി വിജയനെ ഇങ്ങനെ കെട്ടിപ്പുണർന്ന് ചിറകിനടിയിൽ ഒളിപ്പിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ അഴിമതി ആരോപണങ്ങളെ കുറിച്ചിട്ട് നമുക്കറിയാം. അത് ജനങ്ങൾ എങ്ങനെയാണത് ഉൾക്കൊണ്ടത് എന്നുള്ളതും നമുക്കറിയാം. എത്രയോ അഴിമതി ആരോപണങ്ങൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട്, അപ്പോഴൊക്കെ ഇയാൾ വായിൽ കല്ലു ഇട്ടുകൊണ്ട് ഇങ്ങനെ അർത്ഥഗർഭമായ മൗനം പാലിക്കുകയായിരുന്നു. എന്നിട്ട് അയാൾ പറയുകയാണ്, എന്താ പറയുന്നതെന്ന് അറിയാമോ? അത് പിണറായി വിജയൻ വ്യക്തിപരമായി അഴിമതി കടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെ അയാളുടെ കയ്യിൽ അതിന് തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. പക്ഷേ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയെ ന്യായീകരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അയാൾ പറയുന്നത്. സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴും അയാൾ ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ്. അയാൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. പിന്നെ ചീത്തപ്പണം CPIക്ക്. അപ്പോൾ ചീത്തപ്പണം CPI മേടിച്ചില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. CPMുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുമാത്രം ആരോപണങ്ങൾ ഉയർന്നു വന്നു, അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഇയാൾക്ക് പറയാനുണ്ടോ? എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടുള്ള ഇയാൾ അവസാനം പറയുകയാണ്, പാർട്ടിയിൽ നടക്കുന്ന ചർച്ച പാർട്ടിയിൽ തന്നെ നിലനിൽക്കണം, അത് പുറത്തേക്ക് പോകാൻ പാടില്ല, പാർട്ടി അമ്മയാണ് എന്നയാൾ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന ആളാണ് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് പാർട്ടിയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെ അയാൾ വീണ്ടും ആവർത്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയുന്നതിനെതിരായിട്ടുള്ള അയാളുടെ ഒരു പ്രതിഷേധം അയാൾ പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ പ്രകടിപ്പിച്ച അയാൾ അടുത്ത നിമിഷം എന്താ പറയുന്നതെന്നറിയാവോ? അടുത്ത നിമിഷം പറയുന്നത്, രാജ്യസഭ സ്ഥാനാർത്ഥിയായി എന്തോ P. സുനീർ എന്ന് പറഞ്ഞ ആളെ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാർട്ടിയിൽ എന്താ നടന്നതെന്ന് ഞാൻ പറയാം. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഉളുപ്പുണ്ടോ സുഹൃത്തുക്കളെ? മിനിറ്റുകൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ എന്താ, പാർട്ടിയിൽ നടന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ലെന്നല്ലേ? പക്ഷെ അയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ബിനോയ് വിശ്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിനോയ് വിശ്വം എടുത്തൊരു നിലപാട് വിമർശന വിധേയമായപ്പോൾ പാർട്ടിയിൽ നടന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ അയാൾക്ക് യാതൊരു മടിയില്ല സുഹൃത്തുക്കളെ. അയാൾ എന്താ പറഞ്ഞത്? രാജ്യസഭാ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച പാർട്ടിയിൽ വന്നു, 3-4 പേരുകൾ ഉയർന്നു വന്നു. 3-4 പേരുകൾ ഉയർന്നു വന്നപ്പോൾ B. സുനീറിൻ്റെ പേര് ഞാൻ നിർദ്ദേശിച്ചപ്പോൾ അതെല്ലാവരും അംഗീകരിച്ചു. ഇതാണ് ഇയാളുടെ വാദം. അതിനകത്തൊരു പ്രശ്നം കിടപ്പുണ്ട്. എന്താ പ്രശ്നം? എന്താ? P. സുനീറിൻ്റെ പേര് എന്തടിസ്ഥാനത്തിലാണ് ഇയാൾ നിർദ്ദേശിച്ചത്? പാർട്ടി സെക്രട്ടറി ആണ് എന്നുള്ളത് കൊണ്ട് ഏത് പേരും നിർദ്ദേശിക്കാനുള്ള അവകാശാധികാരം അയാൾക്കില്ലല്ലോ. പാർട്ടി സെക്രട്ടറി ആണെന്നുള്ളതുകൊണ്ട് എനിക്കിഷ്ടമുള്ള പേര് നിർദ്ദേശിക്കാം എന്ന് പറയാൻ പറ്റുമോ? പാർട്ടി സെക്രട്ടറി നിർദ്ദേശിക്കേണ്ട ആള് രാജ്യസഭാംഗമാകാൻ ഏറ്റവും യോജിച്ച ആളായിരിക്കണ്ടേ സുഹൃത്തുക്കളെ? അതല്ലേ പാർട്ടി സെക്രട്ടറി ചെയ്യേണ്ടത്? അങ്ങനെയെങ്കിൽ അത് സുനീർ ആയിരുന്നു. ഒരിക്കലുമല്ല. എന്താ സുനീറിൻ്റെ യോഗ്യത? മലപ്പുറത്തും വയനാട്ടിലും ഒരു തവണ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു എന്നുള്ളതാണ് ചെറുപ്പക്കാരനായിട്ടുള്ള സുനീറിൻ്റെ യോഗ്യത. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട യോഗ്യത എന്താ? ഇയാളുടെ ഒരു കയ്യാളാണ്, ബിനോയ് വിശ്വത്തിൻ്റെ കയ്യാളാണ്. പാർട്ടിയിൽ വിഭാഗീയതയില്ലെന്ന് പറയുമ്പോഴും പാർട്ടിയിലെ വിഭാഗീയതയിൽ ഇയാളോടൊപ്പം നിൽക്കുന്ന, ഔദ്യോഗിക പക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളാണ് സുനീർ. അതുകൊണ്ടാണല്ലോ സുനീറിൻ്റെ പേര് അയാൾ നിർദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ സുനീറിൻ്റെ പേരായിരുന്നു നിർദ്ദേശിക്കേണ്ടിയിരുന്നത്.
കെ പ്രകാശ് ബാബുവിൻ്റെ പേരല്ലായിരുന്നു സുഹൃത്തുക്കളെ നിർദ്ദേശിക്കേണ്ടത്. പതിറ്റാണ്ടുകളായി പാർട്ടിയിൽ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന പാർട്ടിയിലെ ഏറ്റവും സമുന്നത നേതാക്കന്മാരിൽ ഒരാളല്ലേ പിന്നെ കെ പ്രകാശ് ബാബു. ഇപ്പോൾ ഏറ്റവും കർമ്മനിരതനും പ്രവർത്തന നിരതനുമായിട്ടുള്ള കെ പ്രകാശ് ബാബുവിൻ്റെ പേര് വേണ്ടിയിരുന്നില്ല നിർദ്ദേശിക്കാൻ. അപ്പോൾ അതിന് പകരം തൻ്റെ കയ്യാളായിട്ടുള്ള പാർട്ടി വിഭാഗീയതയിൽ തനിക്കൊപ്പം നിൽക്കുന്ന ഒരാളുടെ പേര് അയാൾ നിർദ്ദേശിക്കുകയാണ്. എന്നിട്ട് പാർട്ടിയിൽ പറയുന്ന കാര്യങ്ങൾ പുറത്ത് പറയുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ താനും കൂടെ ഭാഗവാക്കായ ഒരു പ്രശ്നം വന്നപ്പോൾ പാർട്ടിക്കകത്ത് നടന്ന കാര്യങ്ങൾ പുറത്തൊരു പത്രപ്രതിയോട് പറയുന്നത് അജയ് ഘോഷ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞതിലേക്ക് യാതൊരു ഉളുപ്പും തോന്നുന്നില്ല. ഇത് ഏറ്റവും വലിയ ഇരട്ടത്താപ്പല്ലേ സുഹൃത്തുക്കളെ. ഇനി ഏറ്റവും അവസാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താ, അയാൾ വേറൊരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് അറിയാമോ? ബിനോയ് വിശ്വം പറയുന്നത് CPM ചരിത്രത്തിൽ ആദ്യമായി CPM വിട്ടുവീഴ്ച നടത്തി നമുക്കൊരു സീറ്റ് തന്നില്ലേ രാജ്യസഭയിലേക്ക്. അയാൾ പറയുകയാണ് CPM ഇതുപോലെ വിട്ടുവീഴ്ച ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടോ? ആ CPM വിട്ടുവീഴ്ച കാണിച്ചൊരു സീറ്റ് നമുക്ക് തന്നില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ എത്രയോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തിട്ടില്ലേ അവസാനം ആ സീറ്റ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇത് CPM വലിയൊരു വിശാല മനസ്കതയല്ലേ? അത് ഞാൻ നേടിയ വലിയൊരു വിജയമല്ലേ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നുള്ളതിൽ? പക്ഷേ അത് ഞാൻ നേടിയൊരു വലിയ വിജയമാണെന്ന് എന്നെ എതിർക്കുന്ന പാർട്ടിക്കകത്തുള്ളവർ പറയാൻ കൂട്ടാക്കുന്നില്ല. അവർ നോക്കിയാണ് അയാളുടെ ഒരു വിഭാഗീയത. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സുഹൃത്തുക്കളെ? CPM കാണിച്ച വലിയ വിശാല മനസ്കതയൊന്നും അല്ലത്. CPM ആകെ ഉടുതുണി ഉരിഞ്ഞ് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. CPM വിവസ്ത്രമായി നിൽക്കുകയാണ്. CPM ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. CPM അടിസ്ഥാന വോട്ടുകൾ മുഴുവൻ BJP കൊണ്ടുപോയിരിക്കുകയാണ്. CPM തോറ്റ സ്ഥലങ്ങളിലൊക്കെ വലിയ ഭൂരിപക്ഷത്തിനാണ് CPM തോറ്റത്. അത്തരത്തിൽ CPM ഈ പറഞ്ഞ പോലെ ഉടുതുണി ഉരിഞ്ഞ് നിൽക്കുമ്പോൾ ഈ സീറ്റ് തങ്ങളുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത് CPM വലിയ പ്രശ്നം ഉണ്ടാകും, വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ളത് കൊണ്ടല്ലേ CPM അത് കൊടുത്തത്. അല്ലാതെ ബിനോയ് വിശ്വത്തിൻ്റെ എന്ത് പങ്കിട്ടാണ് അവിടെ ഉള്ളത്? ബിനോയ് വിശ്വത്തിൻ്റെ എന്ത് നേട്ടമാണ് അതിനകത്തുള്ളത്? ആ സംബന്ധമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കോമൺ സെൻസ് പോലും ഇല്ലാതെ CPM ആ സീറ്റ് വിട്ടുകൊടുത്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കാതെ താനെന്തോ വലിയ വിജയം നേടിയെന്നും CPM വലിയ വിശാല മനസ്കതയാണ് കാണിച്ചത് എന്നൊക്കെ പറയുകയാണ് ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. മുഴുവൻ ജനങ്ങളും വെറുത്ത ഒരു ഭരണം, മുഴുവൻ ജനങ്ങളും വെറുത്ത ഒരു ഭരണാധികാരി, പാർട്ടി സംസ്ഥാന കമ്മിറ്റി പോലും അതിരൂക്ഷമായി വിമർശിച്ച ഒരു ഭരണാധികാരി, CPIയുടെ എല്ലാ ജില്ലാ ഘടകങ്ങളും അതിഭീകരമായി വിമർശിച്ച ഒരു ഭരണാധികാരി, CPIയുടെ അണികൾ വെറുക്കുന്ന ഒരു ഭരണാധികാരി. ആ ഭരണാധികാരിയെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ന്യായീകരിച്ച് ചിറകിനടിയിൽ നിർത്തുന്നുവെന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുക എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. യഥാർത്ഥത്തിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വത്തിന് ആ സ്ഥാനത്തിരിക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല എന്ന് അയാൾ പരസ്യമായി പൊതുമണ്ഡലത്തോട് പറയുന്നതാണ് ആ അഭിമുഖത്തിൽ നമ്മൾ കണ്ടത്. എനിക്ക് അവസാനമായി ഒരു കാര്യം മാത്രമേ ബിനോയ് വിശ്വത്തിനോട് പറയാനുള്ളൂ. ബിനോയ് വിശ്വം ഇരുന്ന കസേരയിൽ കാനൻ രാജേന്ദ്രൻ ഇരുന്നതാണെന്നുള്ളത് ശരിയാണ്. കാനൻ രാജേന്ദ്രൻ്റെ ശിഷ്യനാണ് താനെന്നാണ് ബിനോയ് വിശ്വം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതും ശരിയാണ്. കാരണം CPM താങ്ങുക എന്നുള്ളത് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു കൊടുത്ത ആളാണ് കാനൻ രാജേന്ദ്രൻ. അപ്പോൾ സ്വാഭാവികമായും കാനൻ രാജേന്ദ്രൻ്റെ ശിഷ്യനാണെന്നുള്ളത് കൊണ്ട് കാനൻ രാജേന്ദ്രൻ്റെ നടപടികൾ അതുപോലെ തുടരുകയാണ് ബിനോയ് വിശ്വം ചെയ്യുന്നത്. പക്ഷേ ആ കസേരയിൽ അതിനു മുമ്പ് വെളിയം ഭാർഗവൻ ഇരുന്നിട്ടുണ്ട്. ആ കസേരയിൽ അതിനു മുമ്പ് CK ചന്ദ്രപ്പൻ ഇരുന്നിട്ടുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് CPIയെ വളർത്തിയത്, CPIക്ക് പുതിയ അംഗീകാരം നേടിക്കൊടുത്തത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം, കോമൺ സെൻസ് ബിനോയ് വിശ്വത്തിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും ഗതികെട്ട ഒരവസ്ഥ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ CPIയുടെ മറ്റ് ജില്ലാ ഘടകങ്ങളിൽ എന്താണ് ചർച്ച നടക്കാൻ പോകുന്നത്, CPIയുടെ സംസ്ഥാന സമിതിയിൽ എന്ത് ചർച്ചയാണ് നടക്കാൻ പോകുന്നത്, ഇതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പിണറായി വിജയൻ അല്പമെങ്കിലും സന്തോഷിക്കാനുള്ള വക ബിനോയ് വിശ്വം എന്ന് പറഞ്ഞ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ള വസ്തുത ജനങ്ങളോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്.